കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. 10 കിട്ടുകിൽ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ ആയുധമാകിൽ ആശ്ചര്യമാണെന്നും. ഇത് നമ്മൾ ദ്വാപര യുഗത്തിലേക്ക് ചെന്നാലും ഈ ഒരു ഭാവം തെളിഞ്ഞു കാണുന്നുണ്ട്. എന്നുവെച്ചാൽ 8 ലക്ഷ്മികൾ, അഷ്ടലക്ഷ്മികൾ, അവരാണ് കൃഷ്ണൻ്റെ ഭാര്യമാരായിട്ട് വരുന്നത്, പത്നിമാരായിട്ട് വരുന്നത്. അഷ്ടലക്ഷ്മികളാണ് അഷ്ടപത്നികളായിട്ട് വരുന്നത്. അപ്പോൾ അതിൽ ഭൂമിദേവിയുടെ അവതാരമാണ്, ഭൂമിദേവിയാണ് സത്യഭാമയായിട്ട് വരുന്നത്. അപ്പോൾ കൃഷ്ണന് എല്ലാ ഈ പറയുമ്പോൾ ലക്ഷ്മി ഭാവമാണ് തൻ്റെ കൂടെ നിൽക്കുന്നത് എല്ലാം. അപ്പോൾ അങ്ങനെയുള്ള ആ കൃഷ്ണനിൽ ഈ സത്യഭാമയ്ക്ക് വേറൊരു ക്വാളിറ്റി ഗുണം എന്നുള്ളത് അദ്ദേഹത്തിന് എത്രത്തോളം എന്ന് പറയാൻ പറ്റില്ല. കാരണം സത്യഭാമയുടെ കൊട്ടാരം മുഴുവൻ സ്വർണ്ണം കൊണ്ടങ്ങ് നിറച്ചിരിക്കുക, സ്വർണ്ണമുണ്ട്. കാരണം എന്താണ്, അത് സത്യഭാമയുടെ അച്ഛന് അങ്ങനെ ഒരു സൂര്യനിൽ നിന്ന് ഒരു കടികാരം കിട്ടിയിട്ടുണ്ട്. സൂര്യൻ്റെ അതേ പ്രകാശമാണ്, പക്ഷെ അത് സെമന്തകമണി. അത് വീട്ടിൽ വച്ചിരുന്നാൽ എത്രയോ ടൺ കണക്കിനുള്ള സ്വർണ്ണം, അന്നത്തെ പറയുന്ന രീതി ഇന്നിപ്പോൾ പറഞ്ഞാൽ നമ്മൾ ടൺ കണക്കിന് വേണം പറയാൻ, അങ്ങനെയുള്ള സ്വർണം തന്നെത്താനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഒരു ഈ സൂര്യനിൽ നിന്ന് കിട്ടിയ സത്യഭാമയ്ക്ക് കിട്ടിയ ഈ സ്വർണ്ണ ഭണ്ഡാരം ഇതിങ്ങനെ ഉള്ളത് കൊണ്ട് സത്യഭാമയ്ക്ക് ഈ പറയുമ്പോൾ ചെറിയ ഒരു അഹങ്കാരം എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഇത് കിട്ടിയതിൻ്റെ ഒരു അഹങ്കാരം. കാരണം ധനലക്ഷ്മി എപ്പോഴും അങ്ങനെയാണ്. ധനം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഇടം കൈയും വലം കൈയും കൂടെ വരികയാണ്, അഹങ്കാരം കൂടെ വരും. അഹങ്കാരം കൂടെ വരുമ്പോൾ അതെല്ലാം കൂടെ നശിക്കാനുള്ള എളുപ്പമാവും. അപ്പം അങ്ങനെ വന്നതുകൊണ്ട് ഇപ്പോൾ ഈ പറയുമ്പോൾ ഈ സ്വർണം കൊണ്ടങ്ങ് കൊട്ടാരം നിറഞ്ഞിരിക്കുക. അപ്പോഴത്തേക്ക് സത്യഭാമയ്ക്കും അതുപോലെ തന്നെയാണ് ലക്ഷ്മിയുടെ അവതാരമാണ് രുക്മിണീ ദേവി. അപ്പോൾ രുക്മിണീ ദേവി ഇവർ തമ്മിൽ ഒരു ചെറിയ ഒരു സംസാരമുണ്ടായി. എന്താണ് നമ്മൾ ഇത്രത്തോളം പത്നിയായി നിന്നിട്ടും എനിക്ക് ഇത്രത്തോളം പ്രാധാന്യം വരുന്നു ഓരോരുത്തർക്കും തോന്നുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ സത്യഭാമയ്ക്ക് പറഞ്ഞു, എനിക്കുള്ള പോലത്തെ ധനം ഇവിടെ വേറെ ആർക്കും ഇല്ല, ഞാനാണ് ഏറ്റവും ധനാഷ്ടിയായിട്ട് ഇവിടെ നിൽക്കുന്നത്. ദ്വാരകയിൽ ഇതുപോലെ ഒരു ധനം, സ്വർണ്ണ കൂമ്പാരം നിങ്ങളുടെ ആരുടെ കൊട്ടാരത്തിൽ വന്നാലും ഇല്ല. പോരാഞ്ഞിട്ട് കൃഷ്ണൻ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടും താനും. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു, നമുക്കിതിൽ ഒരു ജഡ്ജ്മെൻറ്റ് വേണം. അതിനെന്ത് ചെയ്യാം, നമുക്കൊന്ന് കൃഷ്ണനെ ഒന്ന് തുലാഭാരം നടത്തി നോക്കാമെന്നാണ്. അപ്പോൾ ആദ്യമായിട്ട് ദ്വാരകയിലല്ല എല്ലായിടത്തേക്കും തുലാഭാരം തുടങ്ങിയത് സത്യഭാമയുടെ അവിടെ നിന്നാണ്. അപ്പോൾ തൻ്റെയിലുള്ള ഈ സ്വർണം മുഴുവൻ വച്ച് കൃഷ്ണനെ തുലാഭാരം നടത്താം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് തുലാഭാരത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എടുത്തു. അവർ തുലാഭാരം തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന സ്വർണ്ണങ്ങൾ കുറേയൊക്കെ കൊണ്ടുവച്ചപ്പോൾ ഇപ്പോഴും തട്ട് മാറും വെച്ചു. പക്ഷേ തട്ട് മാറുന്നില്ല. കാരണം എന്താണ്, ആ കൃഷ്ണൻ ഇരിക്കുന്ന തട്ട് അനങ്ങുന്നു പോലുമില്ല. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്വർണം മുഴുവൻ കൊണ്ടുവന്ന് അവർ കൊണ്ട് എത്രത്തോളം വയ്ക്കുമോ അത്രത്തോളം വച്ചു. എന്നിട്ട് തൻ്റെ ഉള്ള ഈ സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ സത്യഭാമ അതിലേക്ക് വെച്ചു. എന്തുകൊണ്ടാണ്, സത്യഭാമ തന്നെയാണ് ശരിക്കൊരു സ്വർണ്ണ കട പോലെ നിൽക്കുക, ജ്വല്ലറി പോലെ നിൽക്കുക. അപ്പോൾ അതിലെ എല്ലാ സ്വർണ്ണം ഇട്ടിട്ടും ഈ തട്ട് അനങ്ങുന്നേ ഇല്ല. അപ്പോഴത്തേക്ക് സത്യഭാമയ്ക്ക് ഒരു പ്രയാസവും വിയർപ്പും തുടങ്ങി. ഏതുപോലെയാ, പണ്ട് യശോദ അമ്മ താൻ എൻ്റെ ഉണ്ണിയാണ്, എൻ്റെ കൃഷ്ണൻ എൻ്റെ കൊച്ചു കുഞ്ഞാണ്, അതുകൊണ്ട് ഞാൻ പറയും പോലെ കേട്ടില്ലെങ്കിൽ ഞാൻ പിടിച്ചു കെട്ടു എന്നൊരു ചിന്ത വന്നു യശോദയ്ക്ക്. അങ്ങനെയാണ് ദാമോദര ലീല വരുന്നത്. അപ്പോൾ ആ ഞാനെന്നുള്ള ഭാവം വന്നപ്പോൾ പിടിച്ചു കെട്ടാൻ സാധിച്ചില്ല. അതേപോലെ ഇവിടെ സത്യഭാമയ്ക്കും ഞാനെന്നുള്ളൊരു സങ്കല്പം വന്നപ്പോൾ, ഭാവം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് നേരെ എന്തായിട്ട് മാറി, സത്യഭാമ കൊണ്ടുവയ്ക്കുന്ന സ്വർണ്ണങ്ങളൊന്നും കൃഷ്ണൻ്റെ തട്ടിനെ അനക്കാൻ പോലും സാധിച്ചില്ല. അങ്ങനെ വേർത്ത് കുളിച്ചപ്പോഴത്തേക്ക് കൃഷ്ണനൊരു കാരുണ്യം ഉണ്ടായി. കാരണം എന്താണ്, അവളുടെ അഹങ്കാരം മുഴുവൻ മാറിക്കഴിഞ്ഞു, ദൂരെയായി എന്നറിഞ്ഞിട്ട് സന്തോഷത്തോടു കൂടി പറഞ്ഞു രുക്മിണിയെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ രുക്മിണി അടുത്ത് വന്നപ്പോൾ പറഞ്ഞു, ദേ നോക്ക്, ഇത്രയും സ്വർണം വെച്ചിട്ടും തട്ട് അലങ്ങുന്നില്ല, ഇതിനെന്താണ് ഒരു പ്രതിവിധിയെന്ന്. ആ സമയത്ത് നേരെ ആ കൊട്ടാരത്തിന് മുന്നിൽ നിന്ന തുളസിയിൽ നിന്ന് ഒരു തുളസി ദളം ഒന്ന് മാത്രം
ഒരു തുളസീദളം കൊണ്ടുവന്നിട്ട് അവിടെ ഇരുന്ന് ആ സ്വർണം മുഴുവൻ മാറ്റിയിട്ട് എനിക്ക് വേറൊന്നും തരാനില്ല, ഈ ഒരു തുളസി മാത്രമേ ഉള്ളൂ എൻ്റെ കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണായ പരസ്മൈ ബ്രഹ്മണേ നമഃ എന്ന് പറഞ്ഞ ആ തട്ടിലേക്ക് ആ തുളസീദളം വെച്ചതും തുളസീദളം വെച്ച തട്ട് അങ്ങ് താന്നു, കൃഷ്ണൻ്റെ തട്ട് അങ്ങ് ഉയരുകയും ചെയ്തു. അപ്പോഴാണ് മനസ്സിലാക്കിയത്, ശരിയാണ്, എത്രത്തോളം കാഞ്ചനം ഉണ്ടെങ്കിലും സ്വർണ്ണ കൂമ്പാരമുണ്ടെങ്കിലും സ്വർണ്ണ മഴയുണ്ടെങ്കിലും ഭഗവാന് അതിലൊന്നും വലിയ കാര്യമില്ല. കാരണം എന്താണ്, ഭഗവാന് രുക്മിണി കൊടുത്ത ഹൃദയം, ശുദ്ധ ഹൃദയത്തോടുകൂടി തൻ്റെ കൃഷ്ണനെ എല്ലാം കണ്ട് പരബ്രഹ്മമായി കണ്ടുകൊണ്ട് ആ ത്രാസിലേക്ക് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭഗവാൻ അത് പൂർണ്ണമായിട്ടും സ്വീകരിച്ചു കഴിഞ്ഞു എന്നുള്ള ആദ്യത്തെ തുലാഭാരം. ആദ്യം തുലാഭാരം നടക്കുന്ന അവിടെയാണ്. അങ്ങനെ ആ ഭഗവാനെ പൂർണ്ണമായിട്ട് നമ്മൾ സമർപ്പിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ പറഞ്ഞത്. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ.